എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ സംസ്ഥാന ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ബഡ്ജറ്റ് നിരാശയാണ് നൽകുന്നത്. പുതിയ UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഒറ്റയടിക്ക് 3000 രൂപ ആക്കിയില്ല എങ്കിലും ബഡ്ജറ്റിൽ 200 രൂപയുടെ വരെ വർധനവാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളിൽ ഇത്തവണ യാതൊരു വർധനവും വരുത്തിയിട്ടില്ല. നിലവിൽ വെച്ചുകൊണ്ടിരുന്ന മാസം 2000 രൂപ തന്നെയായിരിക്കും ഈ വർഷം മുഴുവനും എല്ലാ മാസവും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഖജനാവിന്റെ നിലവിലെ ശോചനീയമായിട്ടുള്ള അവസ്ഥയും തീർപ്പാക്കാനുള്ള വൻ സാമ്പത്തിക ബാധ്യതകളും കണക്കിലെടുത്താണ് ജനപ്രിയമായിട്ടുള്ള പെൻഷൻ വർധനവിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. നിലവിൽ 15 മാസത്തോളം കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനെ പറ്റിയൊന്നും പരാമർശിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതിയുമുണ്ട്. പട്ടയം ലഭിച്ചിട്ടില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകുന്നതാണ്. മത്സ്യബന്ധനത്തിന് പോകുവാൻ കഴിയാത്ത ദിവസങ്ങളിൽ സർക്കാർ വേതനം ലഭ്യമാകുമെന്നും ബഡ്ജറ്റിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ജൂൺ 30 കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ച് പകരം ജൂലൈ 1 മുതൽ VBG-RAMG എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫണ്ട് 100% കേന്ദ്ര സർക്കാരാണ് നൽകിയിരുന്നതെങ്കിൽ ജൂലൈ 1 മുതൽ നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ 60% തുക നൽകുമ്പോൾ 40% തുക സംസ്ഥാന സർക്കാരും നൽകേണ്ടതാണ്. അതായത് ഇത്രയും നാൾ കേന്ദ്ര സർക്കാരാണ് തൊഴിലുറപ്പ് വേതനം പൂർണ്ണമായിട്ട് നൽകിയിരുന്നത് എങ്കിൽ ഇനി മുതൽ സംസ്ഥാന സർക്കാർ 40%-ഓളം ഫണ്ട് നൽകേണ്ടതാണ്. ജൂലൈ 1 മുതലുള്ള ഈ ഒരു പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 3000 കോടി രൂപയിലധികം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാന വീതമായിട്ട് 1422 കോടി രൂപ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി വകയിരുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ജൂലൈ 1 മുതൽ ഈ ഒരു പുതിയ തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ സ്ത്രീ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി കഴിഞ്ഞ സർക്കാർ അവസാന മാസങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും മാത്രമാണ് 1000 രൂപ വീതം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാരും മെയ് മാസത്തിൽ സതീശൻ സർക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തിരുന്നില്ല. ഈ വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ ഇതിനായിട്ട് ഫണ്ട് അനുവദിച്ചതായിട്ട് കണ്ടില്ല. അതിനാൽ തന്നെ ഈ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഇനി തുക ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.